തിരുവനന്തപുരം വർക്കലയിലെ യുവതിയുടെ ദുരൂഹമരണം അന്വേഷിക്കാതെ പോലീസ്. ചാലുവിള സ്വദേശി രേഷ്മയെ 1.5 മാസം മുൻപാണ് ഭർത്താവ് രാജേന്ദ്രന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അച്ഛൻ അമ്മയെ നിരന്തരം മർദ്ദിക്കാറുണ്ടെന്നും മകളും രേഷ്മ ആത്മഹത്യ ചെയ്യില്ലെന്ന് അമ്മയും റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാജേന്ദ്രൻ രേഷ്മയെ ഭീഷണിപ്പെടുത്തി അയച്ച വാട്സാപ്പ് ഓഡിയോ സന്ദേശം റിപ്പോർട്ടറിന് ലഭിച്ചു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിന്നാണ് കള്ളം പറയല്ല, വല്ലോന്റെ എന്നെ ഇവിടെ ഇട്ട് പ്രാന്തടിപ്പിച്ചുകൊണ്ടിരുന്ന നിന്നെ ഞാൻ ഇവിടെ വരുമ്പോ പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 26-നാണ് രേഷ്മ മരിച്ചത്. ഭർത്താവ് രാജേന്ദ്രനും ബന്ധുക്കളും മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തൂങ്ങിയ നിലയിലായിരുന്നു എന്നാണ് വിശദീകരണം. രേഷ്മയുടെ ബന്ധുക്കളെ മരണവിവരം പോലും അറിയിക്കുന്നത് രാജേന്ദ്രൻ്റെ അയൽവാസികളായിരുന്നു. മനോവിഷമത്താൽ തൂങ്ങി മരിച്ചു എന്നാണ് FIR. എന്നാൽ അങ്ങനെയൊരു മൊഴി പോലീസിന് നൽകിയില്ലെന്നും മരണത്തിൽ സംശയമുണ്ടെന്നുമാണ് മൊഴി നൽകിയതെന്ന് രേഷ്മയുടെ സഹോദരി രമ്യ പറയുന്നു. അഥവാ അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ അല്ലാതെ അവൾ അങ്ങനെ ചെയ്യൂല. രേഷ്മ ആത്മഹത്യ ചെയ്യില്ലെന്നും നല്ല തൻ്റെടിയാണ് തൻ്റെ മകളെന്നും അമ്മയും റിപ്പോർട്ടറിനോട് പറഞ്ഞു. അന്നോട്ടേ അവൻ കൊല്ലും അവൻ്റെ ജീവിതം തകർത്തേ കൊണ്ട് അവൻ കൊല്ലും എന്ന് പറഞ്ഞ് നടക്കും. അച്ഛൻ അമ്മയെ ഉപദ്രവിക്കാറുണ്ടെന്ന് മകളും കല്ലുകൊണ്ടിരിക്കുന്നത് കണ്ടിരുന്നുവെന്ന് അയൽവാസിയും പറയുന്നു. അച്ഛൻ അമ്മ കുറേ അടിക്കുമായിരുന്നു. അന്ന് ദിവസം ഞാൻ എൻ്റെ ഉത്സവം കഴിഞ്ഞ് വന്നപ്പം അവിടെ നമ്മൾ അമ്പലത്തിൻ്റെ ആ സൈഡിൽ വെച്ച് ചെവിക്കലിന് അടിച്ചു കൊടുത്ത്. ഇത്രയേറെ സംശയമുണ്ടായിട്ടും പോലീസ് ഒരു പരിശോധന പോലും നടത്തിയില്ല. രേഷ്മയെ കൊല്ലുമെന്ന് രാജേന്ദ്രൻ പറയുന്ന ഓഡിയോ സംഭാഷണമടക്കമുള്ള ഫോൺ പോലും പോലീസ് പരിശോധിച്ചില്ല. മരണത്തിന് മുമ്പ് രേഷ്മ പലതവണ ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകിയതാണ്. മരണത്തിന് ശേഷം രേഷ്മയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി. ഈ നിർധന കുടുംബത്തിന് ഇതുവരെ നീതി കിട്ടിയില്ല. മദ്യത്തിനടിമയായ രാജേന്ദ്രൻ്റെ മാനസിക പീഡനമാണോ അതോ മരണത്തിൽ മറ്റു ദുരൂഹത ഉണ്ടോ എന്നൊന്നും വർക്കല പോലീസ് നോക്കിയതേയില്ല. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.